ഇറാനി ചായയും ബൺ മസ്ക് ബട്ടറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. ബട്ടർ ഇത്രയും മെൽറ്റായതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ഡ്രോപ്പ് ഇട്ടാൽ ഒരു 2 ഡ്രോപ്പ് മാത്രം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 2 ഡ്രോപ്പ്. അതിലേക്ക് ഏകദേശം 1 സ്പൂണോളം മിൽക്ക് മെയ്ഡ് കേട്ടോ. നേരത്തെ ഒഴിച്ച പോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ ഒന്ന് നടുകെ മുറിച്ചു കൊടുക്കുക. ഇതെന്താ ചെയ്യലേ, നമ്മൾ ബട്ടർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ബണ്ണിനെ ഇങ്ങനെ പകുത്തെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ 4 ബണ്ണിനെ സെൻറ്റർ ആദ്യം കട്ട് ചെയ്യുക. ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ബണ്ണും അതിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. അങ്ങനെ നമ്മളെ ബണ്ണ് തുറന്നു. അതിൽ നമ്മൾ ബട്ടറും മിൽക്ക് മെയ്ഡും വാനില എസൻസും കൂടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ബൺ മസ്കയുടെ കൂടെ കഴിക്കുന്ന ഇറാനി ചായ അതുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് 2.5 സ്പൂണ് നമ്മൾ ചായപ്പൊടി, അതിലേക്ക് നമ്മൾ 6 ഏലക്കായ, ഒരു ചെറിയ പീസ് ഇഞ്ചി, നന്നായിട്ട് ഇത് രണ്ടും ചതച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ചെയ്യുന്നത് ദമ്മിട്ടിട്ട് നമ്മൾ എയർ പോവാത്ത രീതിയിൽ ഒട്ടിക്കണം. ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ വെച്ചു, അതിൻ്റെ മേലെ ഈ മൂടി വയ്ക്കുക. അതിൽ മേലെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ വെയിറ്റിന് വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി അതൊരു 25-30 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കുക. നമുക്ക് വേറൊരു അടുപ്പത്ത് 2 കപ്പ് പാല് കേട്ടോ. സെയിം കപ്പ് തന്നെ 2 കപ്പ് പാല് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായി കുറുകിയ പാലിലേക്ക് 1 സ്പൂണ് മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ചായ തിളച്ച് നല്ല കട്ടിയിൽ നല്ല പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിച്ചൊഴിക്കാം. നല്ല കുറുകിയ പാല് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബൺ മസ്ക ഇറാനി ചായയിൽ മുക്കുകയാണ്. കഴിക്കും. കൊള്ളാം.